നമസ്കാരം. കേരളത്തിലെ വനം വകുപ്പിലെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഒരു വനം വകുപ്പ് വാച്ച്. സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുകയാണ് ഈ വനം വകുപ്പ് വാച്ച്. ഡിപ്പാർട്ട്മെന്റിലെ അഴിമതിയും കെടുകാര്യസ്ഥതയുമാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പറയുന്ന വിവരങ്ങൾ പുറത്തു വന്നാൽ വകുപ്പ് തല നടപടികൾക്ക് വിധേയനാകേണ്ട വരുന്ന ഒരു ഉദ്യോഗസ്ഥരാണ് ഇദ്ദേഹം. ഈ വിവരങ്ങൾ പുറത്തു വന്നാൽ ഇതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്ന് ഉത്തമ ബോധ്യമുണ്ട് ഈ വാച്ചർക്ക്. ഈ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആരോപണ വിധേയനായ ഈ ഉദ്യോഗസ്ഥരുമായി നമ്മൾ ബന്ധപ്പെട്ടതാണ്. ഇതിൽ പറയുന്ന വാച്ചർ മദ്യപിച്ച് ലക്ക് കെട്ട് പറയുന്ന ജൽപ്പനങ്ങളാണ് ഇതെന്നാണ് ഈ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്കറിയാം ഇദ്ദേഹം സ്വബോധത്തോട് തന്നെയാണ് ഇതെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നത്. മാമലക്കണ്ട ഇളംപ്ലാശ്ശേരി പഴമ്പള്ളിച്ചാല് ഭാഗത്ത് ഫോറസ്റ്റുകാരുടെ അഴിമതിയായ പരിപാടികളിൽ കൈക്കൂലിയും മേടിച്ചുകൊണ്ട് തടിവെട്ട് മണ്ണെടുക്കിച്ച കല്ല് പൊട്ടീര് ഇങ്ങനെയുള്ള പല അഴിമതികളും ഇപ്പം നടക്കുന്നുണ്ട്. അതിൽ കള്ളും കാശുമായാണ് വരുന്നത്. 35,000 രൂപ വരെ മാസം അവർക്ക് മിസ്സിലോട്ട് വരുന്നു. രണ്ടാമത് അവരുടെ ഫോറസ്റ്റുകാരുടെയും മറ്റേ ഡിപ്യൂട്ടിയുടെയൊക്കെ കയ്യിൽ വേറെ കാശ് റിസോർട്ടുകളിൽ നിന്നുമൊക്കെ വരുന്നുണ്ട്. ഈ മണ്ണ് എടുക്കുകയാണ് ഏറ്റവും മെയിനായി ഇവിടെ മാമലക്കണ്ടം ഭാഗങ്ങളിൽ നിന്ന് നടക്കുന്നത്. റിസോർട്ടുകാരെ എങ്ങനെയാണ് പൈസ പറഞ്ഞത്? അവരോട് മാസം ആഴ്ചകളിൽ വരും പിരിവുണ്ട്. അവരെ എന്ത് കാരണം പറഞ്ഞാൽ പിരിക്കണം? അവർ എന്ത് കാരണത്തല്ല പിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇവിടെ ഇപ്പം മുനിപ്പാറയെന്നും പറഞ്ഞ സ്ഥലം പനിപ്പാറ ഭാഗങ്ങളിൽ പാറപ്പുറത്തൂടെയാണ് റിസോർട്ട് കെട്ടിടങ്ങൾ പണിത് വെക്കുന്നത്. പട്ടയമില്ലാത്ത സ്ഥലങ്ങളിൽ അതിന് ഫോറസ്റ്റുകാർക്ക് വാടക ഇനത്തിലാണ് മേടിക്കുന്നത്. ഫോറസ്റ്റുകാർ ഉദ്യോഗസ്ഥന്മാർ പേഴ്സണലായിട്ട് വാടക മേടിക്കുകയാണ്. നിലവിൽ ഇത് പൊളിച്ച് കളയേണ്ട സ്ഥാപനങ്ങളാണ്. നിയമവിരുദ്ധമായിട്ട് കെട്ടിയേക്കുന്നതാണ്. എനിക്കങ്ങനെയാണ്. എൻ്റെ ജണ്ടയുടെ പുറത്താണ്. ജണ്ടയ്ക്ക് പുറത്തുണ്ട്. അതായത് ഫോറസ്റ്റുകാർ ജണ്ടയിട്ട് തിരിച്ചതിൻ്റെ പുറത്ത് റിസോർട്ടുകൾ വർക്ക് ചെയ്യുന്നുണ്ട് നിലവിൽ. കോതമംഗലം, എറണാകുളം ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ. ഇളംപ്ലാശ്ശേരി മാമലക്കണ്ടം ഭാഗത്തുള്ള പഞ്ചായത്ത് കിണറിൻ്റെ കുളം പാർട്ടിയോടാണ് ഇവർ കൈക്കൂലി മേടിച്ചേക്കുന്നത്. അതായത് വാട്ടർ അതോറിറ്റിക്കാർക്ക് റോഡ് സൈഡിൽ നിൽക്കുന്ന ഒരു പ്ലാവ് ഒരു നേര്യമംഗലം റേഞ്ച് ഓഫീസിന് കീഴിലുള്ള ഉദ്യോഗസ്ഥരല്ലേ തന്നെ വളരെ ഡിവിഷൻ്റെ കീഴിൽ നേര്യമംഗലം റേഞ്ച് ഓഫീസറുടെ കീഴിൽ, ഇപ്പോൾ അടിമാലി റേഞ്ച് ഓഫീസറുടെ കീഴിൽ. ഇന്ന് അടിമാലി നേര്യമംഗലം റേഞ്ച് ഓഫീസർ ഇന്ന് ചാർജ് എടുക്കുള്ളൂ. ഇവർ ഇവിടുന്ന് പിരിവെടുത്ത് ഇവിടെ ആഘോഷമായിട്ട് ജീവിക്കുകയാണ്. പിന്നെ അല്ലാതെ ഈ പൊതുജനങ്ങൾക്ക് ഇതൊന്നും പറയാനൊന്നുമില്ല. അവർ തിരിച്ചറിയുന്നില്ല ഇതൊന്നും. അല്ല, പൊതുജനത്തിനോട് ഇത് എന്നാ പറയുന്നത്? പൊതുജനത്തിന് അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാക്കിയല്ലേ, പൊതുജനത്തിന് പേടിയല്ലേ, പേടിപ്പിച്ചുകൊണ്ട് വന്ന് അതിനെ എന്നാന്ന പ്രകൃതി നമുക്ക് ജനത്തിന് അറിയത്തില്ല എന്ത് ഇതിലേ പോകണം. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തെറ്റുകാരനാവും, അവനെ ഒറ്റപ്പെടുന്ന സംഭവം. കള്ളക്കേസുകൾ പെടുത്തുവാണോ കൂടുതൽ? അതാണ് ആളുകൾ ഉണ്ട്. അതല്ലേ, അതായത് ഇതിനെതിരെ ട്രൈബൽ വിഭാഗത്തിലുള്ള ആളുകളായിക്കൊണ്ട് അല്പം ചൂഷണമായതും നിയമപരമായിട്ടൊക്കെ അവർക്ക് വിവരം ഇച്ചിരി കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. ചൂഷണം ചെയ്യാണ് അവർ. അത് ഇവര് ഇതാക്കുന്നു. ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെ, അടുത്തുള്ള ഉദ്യോഗസ്ഥരല്ല, ഇവരെല്ലാം മറ്റു ജില്ലകളിൽ നിന്ന് വന്ന ഇവിടെ വന്ന ഉദ്യോഗസ്ഥന്മാരാണ്. വനവിഭവങ്ങളെല്ലാം ലാവിഷായിട്ട് ദുർവിനിയോഗം ചെയ്യുന്നു. ഈ ഒരു കാട്ടിൽ നിന്ന് നമുക്ക് ഒരു ആട്ടുംകൂടോ ഒരു പട്ടിക്കൂടിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു കമ്പോ കാല കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു ചായക്കടയെ നടത്തിക്കൊണ്ടോ അവന് ബാർക്ക് കെട്ടിടം പണിയാൻ അവസരമില്ല, അവന് ആ സാഹചര്യമല്ല. അത് കാരണം അവന് ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥനാണെന്ന് പറയാം നമുക്ക്. അത് നേതൃത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്യൂട്ടി മുഖേന ഉള്ള ആൾക്കാരാണ് ഇപ്പം നിലവിൽ ഡിപ്യൂട്ടി ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ്. ഡിപ്യൂട്ടി ഒത്താശ ചെയ്യുന്നു. ബാക്കി സ്റ്റാഫുകൾ അതിൻ്റെ താഴെയുള്ള ഗാർഡന്മാർ പോയി പിരിവ് നടത്തുന്നു. ചെന്ന് സാറിന് ഡിപ്യൂട്ടിയോട് പറയും, സാറേ ഇത് ഇന്ന പോലെ ഇത്ര രൂപ കിട്ടിയിട്ടുണ്ട്. അത് ഉടനെ തന്നെ സ്മോൾ മേടിക്കുന്നു. ബാക്കി ലാവിഷായി മുസ്ലിമുകളില്ലെങ്കിൽ പന്നിയിറച്ചിയും മുതലും ഇതുള്ള കാര്യങ്ങൾ നടത്തുന്നു. അത് ശരി. ഇത്തരം പ്രവർത്തികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്റ്റേഷനിൽ നടക്കുന്നത്. മുസ്ലിമുകളില്ലെങ്കിൽ അവരുണ്ടെങ്കിൽ പോത്തിറച്ചിയോ കോഴിയോ, ഇല്ലെങ്കിൽ പന്നിയിറച്ചിയും മദ്യവും. ലാവിഷായിട്ട് ഇവിടെ ജീവിക്കുകയാണ് അവര്. പിന്നെ അല്ലാതെ പറ്റില്ല. ഇത് ഉന്നത ഉദ്യോഗസ്ഥരൊന്നും അറിയുന്നില്ല. അവർക്ക് അറിയാവുന്നതാണോ എന്താണെന്നുള്ളതെന്ന് എനിക്കറിയത്തില്ല. അതാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം. ഇത് മുമ്പ് ആരെങ്കിലും പരാതിപ്പെടുവോ അങ്ങനെ എന്തെങ്കിലും? ആരും സംസാരിച്ചിട്ടില്ല. ഇല്ല അല്ലേ? എല്ലാവർക്കും പേടിയാണ്.
പേടിയാണ്. ഈ ഒന്നാമത്തെ കാര്യം വേറെ ഒരു കള്ളക്കേസിൽ പെടുത്തും എന്നുള്ള പേടിയാണ്. കേസിൽ ഒന്ന്. രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമൂഹത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ, അല്ലെങ്കിൽ നമ്മളെ ഒറ്റപ്പെടുത്തുമോ എന്നുള്ളത് ഇപ്പോൾ എന്നാന്ന് വെച്ചാൽ ഞാനിത് പറയുമ്പോൾ തന്നെ എനിക്ക് നാട്ടുകാരും എതിർപ്പുണ്ടാകും. അപ്പോൾ ഞാനിത് ഇത്രയും പറഞ്ഞതിൽ തന്നെ എനിക്ക് നാട്ടുകാരുടെയും ഭീഷണി ഉണ്ടാകും. അങ്ങനെ ഒരു സാഹചര്യങ്ങളോടാണ്. ഇതിപ്പോൾ ഇത്തരം പ്രവർത്തികൾ തുടങ്ങിയിട്ട് എത്ര നാളായി? ഇതിനു മുമ്പ് 6-ാം മൈലിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ. ഉണ്ടായെങ്കിൽ അത് കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും സാറുമാർ വേറെ മാറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും അവരും ഇപ്പോഴത്തെ ഒരു നിലപാട് വെച്ച് നോക്കുമ്പോഴത്തേനും ഇപ്പം പണ്ടത്തെ സാറുമാർ ചില ഡിപ്യൂട്ടിമാർ മദ്യം കഴിക്കില്ല. ഇപ്പോഴത്തെ ഉള്ള മദ്യം കഴിക്കുന്ന ഡിപ്യൂട്ടിയും ബാക്കിയുള്ള സ്റ്റാഫുകളും എല്ലാവരും ഒന്നും. ഇതെല്ലാം ഓഫീസിനകത്തിരുന്നാണ് അവർ ഓഫീസിൻ്റെ താഴെ അവർക്ക് ഒരു ഹാളുണ്ട്. ആ ഹാളിൽ ഇരുന്നുകൊണ്ടാണ് വൈകിട്ട് ഒരു 7-8 മണി കഴിയുമ്പോഴത്തേനും അവരുടെ എന്താ അതിൻ്റെ ഒരു ഇത് ആഘോഷങ്ങളാണ്. എന്നും ആഘോഷങ്ങളാണ്. എന്നും ആഘോഷങ്ങൾ, അധികാര ദുർവിനിയോഗം എല്ലാം ചെയ്യുകയാണ്. അത് നമുക്കിപ്പോൾ ഒരു ആവശ്യപ്പെട്ട് നമ്മൾ വേണൂർക്കുടി അല്ലെങ്കിൽ കുട്ടമ്പുഴ, മാമലക്കണ്ടം, വേണൂർക്കുടി ഇങ്ങനെ ഏതെങ്കിലും ഇളമ്പളശ്ശേരിയോ പഴംപിളിച്ചാലോ പഠിക്കപ്പോൾ എവിടെയെങ്കിലും ഒരു പാമ്പോ ആനയോ എന്തെങ്കിലും ഒന്നും മൃഗം കാഞ്ഞിരവേലി ഭാഗങ്ങളിലോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഓഫീസ് ഇവരുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് മൊബൈലൊന്നും എടുത്ത് സംസാരിക്കാൻ പോലും സമയമേ. അതാണ് ഇവരുടെ അത്രയും കാശും ഇവർ ഇതുപോലെ മേടിച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ ഓണത്തിന്, വിഷുവിനും മറ്റുള്ള ഈ ഇതിനൊക്കെ എന്നെ ഇവിടെ നടക്കുന്ന പരിപാടി പൈസ മേടിക്കണം നമുക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. മെസ്സിലേക്ക് സാധനങ്ങൾ മേടിക്കാനുള്ള പൈസ പുറമേ നിന്ന് ആളുകളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അതല്ല ഞാൻ പറഞ്ഞത് 35,000 രൂപ ഒരു മാസം വരുമാനമുണ്ട് മെസ്സിലോട്ടെന്ന് പറഞ്ഞു മാത്രം. ഈ 35,000 രൂപ കൊടുക്കുന്നത് എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടി കൊടുത്തേക്കണെയാണ്. പിന്നല്ലാതെ ഇപ്പോൾ കല്ല് പൊട്ടിക്കുന്നു, ഒരു JCB ഇതിലേക്ക് കടന്നു പോയി മണ്ണ് എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു കുളം താകുന്നു, ഒരു പഞ്ചായത്തിൻ്റെ ഒരു ട്രൈബലിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഒരു ഈ ജനറലിലുള്ള ആൾക്കാർക്ക് പെര കിട്ടുന്നുണ്ട്. അവർക്ക് 3 അല്ലെങ്കിൽ 4 ലക്ഷം രൂപയിൽ അതിലൊരു പെരത്തറ വലിക്കാൻ പോകുന്ന ആൾക്കാരിൽ നിന്നാണ് ഈ കാശ് മേടിക്കുന്നത്. ഇപ്പം ഇത് ഈ ഇടക്കാലം കൊണ്ടാണ്, അല്ലെങ്കിൽ ഈ വഴിയോര കച്ചവടക്കാരോട് തന്നെ പിരിവുണ്ടായിരുന്നു. റോഡിൽ ഈ മോളെ വളരെ കുത്തങ്ങളുള്ള ആൾക്കാരോട് പിരിവുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ മാറിപ്പോയി. അവർ അന്നത്തെ സാർമാരൊക്കെ പോയി. ഇപ്പം എന്നെ നാളെ പണിയിൽ നിന്ന് പിരിച്ച് ചിലപ്പോൾ വിടുമായിരിക്കും. എന്തായാലും നമ്മൾ തയ്യാറോടുകൂടി ഞാൻ നിന്ന് ഇപ്പോൾ പറയുന്നത്. വളരെയധികം ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വനം വകുപ്പ്. ഈ ആരോപണങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. ഇതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളും വസ്തുതകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.